വൈബ് റിസോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ഒരു റിസോർട്ടിൽ ഒരാൾ വരുമ്പോൾ അവർ പറയുക കമാൻഡ് എക്സ്പീരിയൻസസ് എന്നാണ്. പക്ഷേ വൈബിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് വി ആർ സെല്ലിങ് മെമ്മറീസ് എന്നാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺ ഹെലിപ്പാഡ്, ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് ഇൻ കേരള, ഏറ്റവും വലിയ റൂഫ് ടോപ്പ് പൂള്, ഏറ്റവും വലിയ സ്പാ, 6000 സ്ക്വയർ ഫീറ്റിലെ സ്പായാണ് നമ്മളുടെ വൈബ് വെൽനസ് എന്ന് പറയുന്നത്. സാധാരണ ആളുകൾ മെഡിക്കൽ ടൂറിസം എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷെ മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായാലും അത് ചികിത്സിക്കാനോ അല്ലെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ് ഈ മെഡിക്കൽ ടൂറിസത്തിൽ പെടുന്നത്. പക്ഷെ വെൽനെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജീവിത രീതിയാണ്. അത് നമ്മളുടെ പണ്ട് കാലത്ത് ആളുകൾ ചെയ്തിരുന്നതാണ്. 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ്, 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ്, 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ്. അത് നമ്മളുടെ ശരീരത്തിന് പുതിയൊരു എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. അതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊരു എനർജി പ്രൊവൈഡ് ചെയ്യണ ഒരു ടൈപ്പ് ഓഫ് മസാജസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. അതിപ്പോൾ വൈബിൽ നമ്മൾ 3 ടൈപ്പ് ഇതാണ്. 7 days ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് അക്കോമഡേഷൻ, ഫുഡ്, നമ്മളുടെ തന്നെ ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരായിരിക്കും ആ ഫുഡും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യണത്. 7 ദിവസത്തേക്ക്, 21 ദിവസത്തേക്ക്, 14 ദിവസത്തേക്ക്. അത് നമുക്ക് ഫോറിനേഴ്സാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത്. ഇപ്പോൾ നമുക്ക് കേരളൈറ്റ്സും അതിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അവരവരിൽ പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളത് അത് പുതിയൊരു അനുഭവമാണ് കേരളീയർക്ക്. മൂന്നാറിലെ തന്നെ വൺ ഓഫ് ദി ലക്ഷറി സ്പായാണ് നമുക്കുള്ളത്. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ പ്രകൃതി അനാലിസിസ്, ദോഷ ഇംബാലൻസ്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ക്ലിയർ ഒരു പിക്ചർ ഉണ്ടായിരിക്കും. എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന പ്രൊസീജിയറാണ് അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്ന്. അതിനുശേഷവും ആഫ്റ്റർ കൺസൾട്ടേഷൻ, പോസ്റ്റ് കൺസൾട്ടേഷനും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പോസ്റ്റ് കൺസൾട്ടേഷനിൽ നമുക്ക് മെയിനായിട്ട് ചില ഗസ്റ്റുകൾക്ക് BP വേരിയേഷൻസ് വരാം, അല്ലെങ്കിൽ വൈറ്റൽസിൽ എന്തെങ്കിലും ചേഞ്ച് വരാം. അങ്ങനെയുള്ള സമയത്ത് ഇൻറ്റേർണലിയും മെഡിസിൻസ് നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വെൽനെസ് അല്ലെങ്കിൽ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷനാണ് നമ്മുടെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹമാം നമുക്ക് വൺ ഓഫ് ദി സ്പെഷ്യലൈസ്ഡ് റൂമാണ്. അവിടെയാണ് നമ്മൾ മൊറോക്കോൺ ബാത്ത് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുന്നത്. മൂന്നാറിൽ തന്നെ നമ്മളാണത് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ സലൂണും സ്പായുടെ ഒരു പാർട്ട് തന്നെയാണ്. അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹെയർ, നെയിൽ, സ്കിൻ പ്രൊസീജിയേഴ്സും ഇതിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. സോന ബാത്ത് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ തെറാപ്പിയുടെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. 8 to 10 മിനിറ്റ്സാണ് ഡ്യൂറേഷൻ വരുന്നത്. ഇതിൽ നമുക്ക് ലാവ സ്റ്റോൺസ് ഉണ്ട്. ലാവ സ്റ്റോൺസ് റെഡ് ഹോട്ട് കളറിലേക്ക് എത്തുകയും അതിൽ നിന്ന് വരുന്ന ഡ്രൈ ഹീറ്റ് കൊണ്ട് നമ്മുടെ ബോഡിയിലെ പോഴ്സ് ഓപ്പൺ ആകാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ബോഡിയിൽ ഇമ്പ്യൂരിറ്റീസ് അതിലൂടെ വെളിയിലേക്ക് പുറന്തള്ളാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ ശിരോധാരയാണ്. അതിൽ 45 to 60 മിനിറ്റ്സാണ് ഡ്യൂറേഷൻ വരുന്നത്. മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സിനെ കുറച്ചിട്ട് അതൊരു മെൻ്റൽ ക്ലാരിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഈ പ്രൊസീജിയറിലൂടെ പറ്റും. കൂടുതൽ വർക്ക് പ്രഷർ, വർക്ക് ലോഡൊക്കെ ഉള്ളവർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവും, ഇൻസോംനിയ കൈൻഡ് ഓഫ് ഇഷ്യൂസ്. അതിനും ഈ പ്രൊസീജിയർ ബെനിഫിറ്റായിട്ട് കാണാറുണ്ട്. കടിവസ്തി എന്ന് പറയുന്നത് ആയുർവേദത്തിലെ പരമ്പരാഗത ചികിത്സാ രീതികളിൽ ഒന്നാണ്.
കുറഞ്ഞ സമയം കൊണ്ട് ലോവർ ബാക്ക് ഏരിയയിൽ വരുന്ന ഇഷ്യൂസിന് സയാറ്റിക്ക, ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്, സ്റ്റീനോസിസ് തുടങ്ങിയ ഇഷ്യൂസിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം തരുന്ന ഒരു ചികിത്സയാണ് കടിവസ്തി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ചൂർണ്ണപിണ്ഡസ്വേദം അല്ലെങ്കിൽ പൊടിക്കിഴി. അതിൽ നമ്മൾ കണ്ടീഷനനുസരിച്ച് ഗസ്റ്റിൻ്റെ അല്ലെങ്കിൽ പേഷ്യൻ്റെ കണ്ടീഷനനുസരിച്ച് നമ്മൾ മെഡിക്കേറ്റഡ് പൗഡേഴ്സ് സെലക്ട് ചെയ്യുകയും അത് ഹീറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളിങ്ങനെ ഒരു കിഴിയാക്കി മാറ്റുന്നു, അത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നു. ഇത് മെയിൻലി മസ്കുലോ സ്കെൽറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ സെർവിക്കൽ സ്പോണ്ടിലൈസിസ്, ലെംബാ സ്പോണ്ടിലൈസിസ്, ഫൈബ്രോമയാൾജിയ തുടങ്ങിയ ഇഷ്യൂസിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതുകൂടാതെ സ്പോർട്സ് ഇഞ്ചുറീസിനും ഈ പൊടിക്കിഴി പ്രിഫർ ചെയ്യാറുണ്ട്. ഈ വൈബ് റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറയുമ്പോൾ ആളുകൾ വന്ന് താമസിക്കാനുള്ള ഒരു റൂമായിട്ടോ ഒരു ലക്ഷറി റൂമായിട്ടോ മാത്രമാണ് പലപ്പോഴും ആളുകളുടെ ഇമാജിനേഷൻ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഈ 6000 സ്ക്വയർ ഫീറ്റിലെ വൈബ് വെൽനസ് എന്ന് പറഞ്ഞ സ്പാ, അതിൽ 10ഓളം ട്രീറ്റ്മെൻറ്റ് റൂം, അതിൽ സിംഗിൾ ട്രീറ്റ്മെൻറ്റ് റൂമുണ്ട്, കപ്പിൾ ട്രീറ്റ്മെൻറ്റ് റൂമുണ്ട്, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് റൂമുണ്ട്. അത് കൂടാതെ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആയിട്ട് മൊറോക്കൻ ബാത്ത്, ടർക്കിഷ് ഹമ്മാം, അതെല്ലാം ഉള്ള ടോട്ടൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണ ഒരു പ്രോജക്റ്റാണ് വൈബ് വെൽനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ലക്ഷറിയും പ്രൊവൈഡ് ടു കേരളൈറ്റ്സ് ആൻഡ് ദ അതർ പീപ്പിൾ ഹൂ ഈസ് കമ്മിങ് ആൻഡ് സ്റ്റേയിങ് ഇൻ വൈബ്. അതാണ് നമ്മളുടെ ഒരു കോൺസെൻട്രേഷൻ. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ അവിടെ ജിമ്മുണ്ട്, മോർണിംഗിൽ യോഗയുണ്ട്, അത് കൂടാതെ തന്നെ മോർണിംഗിൽ നാച്ചുറൽ വാക്കിന് കൊണ്ടുപോകുന്ന പരിപാടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ആളുകളെ ഫുള്ളി എൻഗേജ്ഡ് ആക്കുക. നമ്മുടെ നെക്സ്റ്റ് ലെവൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സിബിഷൻസ്, വെഡ്ഡിങ്സ്, ഇവൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ദുബായിലാണ് ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് നടക്കുന്നത്. റാസൽ ഖൈമ അല്ലെങ്കിൽ അസർബൈജാൻ അല്ലെങ്കിൽ തുർക്കി, കൊളംബോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അത് മാറി കേരളം എന്ന് പറയുന്നത് ഒരു വെഡ്ഡിങ് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റുക എന്നുള്ളതാണ് വൈബിൻ്റെ കടമ. വൈബിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യം, നമ്മൾ കാണുന്നത് മൂന്നാർ എന്നല്ല, വൈബ് എന്നല്ല, കേരളം ഒരു വെഡ്ഡിങ് ഡെസ്റ്റിനേഷനായിട്ട് അത് വേൾഡ് മാപ്പിൽ നോട്ട് ചെയ്യിക്കത്തക്ക രീതിയിൽ എത്തിക്കും. വൈബിൽ ഇപ്പോൾ ഓൾറെഡി 100 റൂമുണ്ട്. വിത്തിൻ 2-3 months ടൈം അത് 203 റൂമായിട്ട് മാറും. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളുടെ തന്നെ ഫോഗ് റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർന്നുണ്ട്. അതിലൊരു 50 റൂംസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 250 റൂംസ്, 500 പേർക്ക് വന്ന് 5 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ വന്ന് താമസിച്ച് വെഡ്ഡിങ് നടത്തി അതൊരു ഫംഗ്ഷൻ, വലിയ ഫംഗ്ഷനായി നടത്തി അതിൻ്റെ ടോട്ടൽ കാര്യങ്ങൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യും. ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ചാർട്ടർ തൊട്ട് ട്രാൻസ്പോർട്ടേഷൻ തൊട്ട് അവരുടെ ടൂറുകൾ തൊട്ട് അവരുടെ ഗിഫ്റ്റിംഗ് തൊട്ട് ഈ 5 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ പരിപാടി നടക്കുമ്പോൾ അത് 3 സ്ഥലങ്ങളിൽ ഒരു പൂൾ പാർട്ടി അല്ലെങ്കിൽ ഒരു കാസിനോ പാർട്ടി അല്ലെങ്കിൽ ഒരു ഹൽദി, അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് പല പല സ്ഥലങ്ങളിലാണ് അങ്ങനെ ഡെസ്റ്റിനേഷനായിട്ട് നടത്തുക. അത് അതിനുള്ളിൽ തന്നെയാണ്. അത് കൂടാതെ തന്നെ വൈബിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് പീപ്പിളിനായാലും, അത് ലക്ഷറി പീപ്പിൾ ആണെങ്കിൽ അവർ, അതായില്ല മീഡിയം ക്ലാസ് ആണെങ്കിൽ മീഡിയം ക്ലാസ്, ഇപ്പോൾ ലക്ഷറി ആളുകളാണെങ്കിൽ ഏത് സ്ഥലത്തുനിന്നും അവരുടെ ഹെലികോപ്റ്ററിൽ വന്ന് വൈബിൻ്റെ ഹെലിപ്പാഡിൽ ഇറങ്ങാവുന്ന ഒരു സൗകര്യം വൈബിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് പീപ്പിളിനെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും കാറ്റർ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വൈബിലെ ഒരു സ്ട്രെങ്ത്ത് എന്താണെന്ന് ഡയറക്റ്റ് ഒറ്റ വാചകത്തിൽ എന്താണ് സ്ട്രെങ്ത്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഓണർഷിപ്പ് ഫീലുള്ള ആളുകളാണ് വൈബിലെ ഞങ്ങളുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.